മൈസൂർ, ഇന്ത്യയിലെ സെക്കൻഡ് ക്ലീനസ്റ്റ് സിറ്റി. ഇന്ന് നമ്മളുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂകളിലൊന്നായ മൈസൂർ സൂവിലാണ്. ഇത് മൈസൂർ രാജകുടുംബത്തിലെ 25ാമത്തെ രാജാവായ ശ്രീ ചാമരാജേന്ദ്ര വോഡയാറാണ് 1892 നമ്മൾ ഇന്നീ കാണുന്ന മൈസൂർ സൂ ഇവിടെ സ്ഥാപിച്ചത്. നമ്മുടെ ട്രിവാൻഡ്രം സൂവിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം അതെന്തോരം കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. പണ്ട് 10 ഏക്കറിൽ തുടങ്ങിയിട്ട് ഇന്ന് 157 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സൂവിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ നമ്മൾ അതിലേറെ കഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. സൂവിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ധാരാളം ലവ് ബേർഡ്സുകളാണ്. ഇവരുടെ മുഖം നോക്കിയാട്ടോ ഇവരുടെ പേരിട്ടേക്കുന്നത്. കാരണം ഈ ലവ് ബേർഡ്സുകളുടെ പേര് റോസി ഫേസ്ഡ് ലവ് ബേർഡ്സ് എന്നാണ്. ഇവിടെ ഇവർ മാത്രമല്ല, നമ്മൾ കണ്ടതും കാണാത്തതൊക്കെ ആയിട്ട് ധാരാളം കിളികളുണ്ട്. ഈ കൂട്ടിക്കിടക്കുന്നതിനെ കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്, അതായത് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ ഫാമിലിയിലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള അംഗങ്ങളിൽ ഒന്നാണ് ഇവർ. ഇവർ പറക്കുമ്പോൾ ഇവരുടെ ഒരു ചിറകടി ശബ്ദം ഭയങ്കര ഹെവി ആയതുകൊണ്ടാണ് ഇവന്മാർക്ക് ഈ പേര് കിട്ടിയത്. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് ഇവർ. 35 തൊട്ട് 50 വർഷം വരെ ജീവിക്കുന്നവർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചെറിയ പ്രാണികളെയും പല്ലുകളെയൊക്കെയാണ് കഴിക്കുന്നത്. ഇവിടെ ഇവൻ ഉറക്കായി. അപ്പോൾ നമുക്ക് ഉറങ്ങുന്നവർ ശല്യപ്പെടുത്തണ്ട, നമുക്കിവിടെയുള്ള അടുത്ത ടീംസിനെ കാണാൻ പോയേക്കാം. ഇത് നമ്മളീ കാണുന്നത് ലെസർ അഡ്ജുഡൻറ്റ് സ്റ്റോർക്കിനെയാണ്. പേരൊക്കെ പറയാൻ തന്നെ എന്നെ ബുദ്ധിമുട്ടല്ലേ. ഇവനെയും തൊട്ടപ്പുറം കിടക്കുന്ന മർബൂ സ്റ്റോർക്കിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അഗ്ലി എന്നൊക്കെ വിളിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. ഇവന്മാരെ കൊക്കുകളുടെ കൂട്ടത്തിൽ കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് മാത്രം. ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ഇന്തോനേഷ്യയിലൊക്കെയാണ് ഇവരെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ ഒരു ആയുസ് എന്നൊക്കെ പറയുന്നത് 30 വർഷമാണ് കേട്ടോ. ഈ ഇരിക്കുന്നവനാണ് അണ്ടർടേക്കർ. ഇവൻ്റെ വട്ടപ്പേരാണത്. ഇതാണ് മർബൂ സ്റ്റോർക്ക്. പുറകെ നോക്കുമ്പോൾ ഉള്ള ഇവന്മാരുടെ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇവന്മാർ ഈ അണ്ടർടേക്കർ പക്ഷി എന്ന് വിളിക്കുന്നത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലേക്കാണ് കേട്ടോ ഇവരെ കാണപ്പെടുന്നത്. കഴുകനെ പോലെ തന്നെ ചീഞ്ഞളഞ്ഞ മാംസഭക്ഷണമൊക്കെയാണ് ഇവർ സാധാരണയായിട്ട് കഴിക്കുന്നത്. നമുക്കിവിടെ വൈറ്റ് പീക്കൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവർ ശരിക്കും ജനിക്കുമ്പോൾ ഇവർ ഒരു യെല്ലോ കളറായിരിക്കും. പക്ഷേ അതിനുശേഷം ഇവർ വളർന്ന് വലുതാവുമ്പോഴാണ് ഈ ഒരു വൈറ്റ് നിറത്തിലേക്ക് എത്തുന്നത്. ഈ നോക്കി നിൽക്കുന്ന പക്ഷിയാണ് സറൂസ് ക്രെയിൻ. ഇവനാണ് ലോകത്തിൽ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും പൊക്കം കൂടുതൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള ബേഡുമാണ് ഇവൻ. 20 വർഷം വരെ ജീവിക്കുന്നവർ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഓസ്ട്രേലിയ, തായ്ലാൻഡിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ സൂവിൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ശരിക്കും ഇവിടെ നടന്നു തന്നെ കാണണം കേട്ടോ. ഇനി നടക്കാൻ പറ്റത്തില്ലാത്തവർക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് കാറുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു പെൺമയിലാണ് കേട്ടോ ഇത്. നമുക്കിതുപോലെ കൂട്ടിലല്ലാതെ തന്നെ ഈ സൂവിൻ്റെ പല സ്ഥലത്തും നമുക്ക് ഇന്ത്യൻ മയിലുകളെ കാണാം. ഇതൊരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ബിസി ഫുഡ് അടിയാണ്. ഞാനിവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേഡാണ് കേട്ടോ ഇത്. ഇതാണ് റെഡ് ബിൽഡ് ട്യൂക്കൻ. ഇവന്മാരുടെ ശരീരത്തിൻ്റെ അത്ര തന്നെ വലുപ്പം ഇവരുടെ കൊക്കിനുണ്ട്. കൊക്കിൻ്റെ നിറം ചുമലയാണെങ്കിലും അതിനകത്ത് ഇല്ലാത്ത കളറൊന്നുമില്ല. മഞ്ഞ, നീലയും കറുപ്പൊക്കെ ആയിട്ട് ധാരാളം കളറുണ്ട്. 20 വർഷം വരെയൊക്കെ ജീവിക്കും ഇവർ. ഇവരൊന്നും കൂടാതെ പിന്നെ നമ്മൾ സാധാരണ എല്ലാ സൂവിലും കാണുന്ന പരുന്തുകളെയും കൂമനെയൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ഇവരൊന്നും കൂടാതെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള കുറേ പക്ഷികളുണ്ട് കേട്ടോ. അതിലൊന്നാണിത്. ഇത് സിൽവർ പെസൻ്റാണ്. അവൻ്റെ ആ തലയിൽ തൊപ്പി കണ്ടോ, നല്ല ഫ്രീക്കായിട്ട് മുടി സ്റ്റൈൽ ചെയ്തേക്കുന്ന പോലെയില്ലേ. സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന ഇവർ വൈൽഡിലൊക്കെയാണ് ഒരു 10 വർഷമാണ് ജീവിക്കുന്നത്. ഇതുപോലെ കൂട്ടിലടച്ചാണെങ്കിൽ ഒരു 20 വർഷം വരെയൊക്കെ ജീവിക്കും. നമ്മൾ നേരത്തെ കണ്ടവൻ സിൽവറാണ്. ഇതാണ് ഗോൾഡൻ പെസൻറ്റ്. അതിലെ മെയിലാണ് ഇവൻ. ഇവർ ശരിക്കും ചൈനക്കാരാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇവരെ ലോകത്തിലെ പല സ്ഥലത്തും കാണാം. UK-ലും യൂറോപ്പിലും US-ലൊക്കെ ആയിട്ട്. ഇവരെ വലിയ വനപ്രദേശങ്ങളിലും ചുള്ളിക്കാടുള്ള സ്ഥലങ്ങളിലും പിന്നെ മൗണ്ടൻസിലൊക്കെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഈ ഇരിക്കുന്നവനെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. മെക്കാവ് തത്തകളാണ് തത്ത കുടുംബത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള തത്ത. കൂട്ടമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ ഏകദേശം 60 വർഷം വരെയൊക്കെ ജീവിക്കും. ഇവന്മാരെ മെയിനായിട്ട് കാണപ്പെടുന്നത് ആമസോൺ നദിയുടെ കരകളിലൊക്കെയാണ്. ചിമ്പാൻസിക്കുള്ള പോലെ തന്നെയുള്ളൊരു ബുദ്ധിസാമർഥ്യമാണ് കേട്ടോ പക്ഷികളുടെ മെക്കാവിനുള്ളത്. ഇവനാണ് ടഫ്റ്റഡ് കപ്പൂച്ചിൻ. ഇവന്മാരെ മെയിനായിട്ടും കാണുന്നത് സൗത്ത് അമേരിക്കയിലാണ് കേട്ടോ. ഒരു 35 തൊട്ട് 40 വർഷം വരെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മുട്ടയും ചെറിയ പ്രാണികളെയൊക്കെയാണ് ഇവന്മാരകത്താക്കുന്നത്. ഈ സൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു 5 കിലോമീറ്ററോളൊക്കെ ഇതിലൂടെ നടക്കാനുണ്ട്. പക്ഷേ നടന്നു തന്നെ ഈ സൂ കാണണം. നമുക്കിനി വൈൽഡ് ആനിമൽസിൻ്റെ സെക്ഷനിലേക്ക് പോകും. നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ലെപ്പേഡുകളെയാണ്. ഉച്ച സമയം പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവന്മാരൊന്നും അത്ര ആക്റ്റീവ് അല്ല. എല്ലാവരും അങ്ങ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഇത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ കാണപ്പെടുന്ന ലെപ്പേഡുകളാണ്. ബിഗ് കാറ്റ്സുകളിൽ ഏറ്റവും സൈസ് കുറഞ്ഞവരാണ് ഈ ലെപ്പേഡുകൾ.
പുള്ളിപ്പുലികളിൽ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു 90 കിലോയും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 60 കിലോയും വരുന്നത്. പക്ഷേ ഇവർ കൊല്ലുന്ന ഒരു ഇരയുണ്ടല്ലോ, അതിന് ഇവരുടെ ശരീരഭാരത്തേക്കാൾ ഒരു 2 ഇരട്ടി ഉണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് കടിച്ചൊരു മരത്തിൻ്റെ മേളിലൊക്കെ വെക്കാൻ ഇവർക്ക് പറ്റും. നമുക്കൊന്ന് മുഖം പോലും തരാതെ ഇവിടെ വേറൊരാളും കൂടെ കിടന്ന് ഉറക്കമാണ്. ഇത് ഈ സൂവിലെ മാന്യ എന്ന് പറയുന്ന പെൺകടുവയാണ്. ഇവിടെ കിടക്കുന്ന വളരെ ദൂരത്താണ് കേട്ടോ. ഇത്രയൊന്നും എടുക്കാൻ തന്നെ ഞാൻ വളരെയധികം പാടുപെട്ടു. എൻ്റെ കയ്യിലുള്ള ഗിംബൽ ഇവരിങ്ങോട്ട് കയറ്റി വിട്ടില്ല. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഗിംബൽ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ട്രൈപ്പോഡ് എന്താണെന്ന് പോലും അറിയില്ല. ഇന്നത്തെ കാഴ്ച കാട്ടിലെ രാജാവാണ്. ആ കമ്പിവേലിക്ക് അപ്പുറമാണ് കേട്ടോ അവൻ്റെ കുടുംബം ഉള്ളത്. ഇവനിവിടെ സെപ്പറേറ്റ് ആക്കി ഇട്ടേക്കാണ്. ഇത് ഏഷ്യാറ്റിക് ലയൺസ് ആണ്. ആഫ്രിക്കൻ ലയൺസിനെയൊക്കെ അപേക്ഷിച്ച് ഒരു അല്പം വലിപ്പം കുറവാണ് ഇവർക്ക്. ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 തൊട്ട് 12 വർഷം വരെയാണ് കേട്ടോ. പക്ഷേ ഇതുപോലെ ക്യാപ്റ്റിവിറ്റിയിലാണെങ്കിൽ ഏകദേശം ഒരു 20 വർഷം വരെയൊക്കെ ഇവന്മാർ ജീവിക്കും. ഈ പോകുന്നതാണ് ലിങ്ക് ടൈൽഡ് ലീമർ. നമ്മളിനി കാണാൻ പോകുന്ന ഇവിടുത്തെ കുറച്ച് കുരങ്ങന്മാരെയാണ്, ചിമ്പാൻസിയും ഗൊറിലയൊക്കെ ആയിട്ട്. ദൈവന്മാരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇവ നമ്മൾ സാധാരണയായിട്ട് കേരളത്തിലേക്ക് കാണപ്പെടുന്ന ലൈൻ ടൈൽഡ് മക്കാക്കാണ്, നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കാണപ്പെടുന്ന കുരങ്ങുവർഗ്ഗമാണ് ഇവന്മാർ. കേരളത്തിലാണെങ്കിൽ സൈലൻറ്റ് വാലിയിലും അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ കളക്കാട് വന്യജീവി സങ്കേതത്തിലൊക്കെ നമുക്കിവരെ കാണാം. ഇവന്മാർ കൂട്ടമായിട്ട് വലിയ മരങ്ങളിലേക്ക് മുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുരങ്ങന്മാരാണ്. മനുഷ്യനുമായിട്ട് അത്ര ഇൻട്രാക്ഷൻ താല്പര്യം ഇല്ലാത്ത ടീംസാണ്. 20 വർഷം വരെയൊക്കെ ജീവിക്കുന്ന ഇവന്മാരുടെ വാല് സിംഹത്തിൻ്റെ പോലെ ആയതുകൊണ്ടാണ് ഇവന്മാർക്ക് ഈ പേരും കിട്ടിയത്. ആശാൻ എന്തോ തീറ്റയാണ്, നമുക്കിവനെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് അടുത്ത ടീംസിനെ കാണാൻ പോയേക്കാം. പിന്നെ അപ്പുറം കാണിച്ചൊരു ഗൊറില ഇവിടെ നിൽപ്പുണ്ട്. ഗൊറിലകൾ 4 വിധത്തിലുണ്ട്: വെസ്റ്റേൺ ലോലാൻഡ്, ഈസ്റ്റേൺ ലോലാൻഡ്, ക്രോസ് റിവർ, അതുപോലെ മൗണ്ടൻ ഗൊറിലാസ്. സൈസിൽ ഏറ്റവും ചെറുത് ഈ വെസ്റ്റേൺ ലോലാൻഡ് ഗൊറിലാസ് ആണ്. ഈസ്റ്റേൺ ആണ് കേട്ടോ ഏറ്റവും വലുത്. അതുപോലെ ഇതിൽ മോസ്റ്റ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത് ഈ ക്രോസ് റിവർ ഗൊറിലാസ് ആണ്. അവരുടെ ഒരു ഹെയർ ഒരു ബ്രൗണിഷ് ഗ്രേ നിറത്തിലൊക്കെ ആയിരിക്കും. ഈ മൗണ്ടൻ ഗൊറിലാസ് ആണ് ഏറ്റവും ഡാർക്കസ്റ്റ് അതുപോലെ തന്നെ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ള ഗൊറിലകൾ. ഫസ്റ്റ് ഈ കുരങ്ങിനെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇവനെന്തോ ഒരു അസുഖമാണെന്നാണ് കരുതിയത്. പക്ഷേ ഇത് നോർമലാണ് ഇവരുടെ കൂട്ടത്തിൽ. ഇതാണ് ഹെമഡ്രോയിസ് ബബൂൺ. ഇവർ അറേബ്യയുടെ ചില സ്ഥലങ്ങളിലും ആഫ്രിക്കയിലേക്കാണ് കാണപ്പെടുന്നത്. പുരാതന ഈജിപ്തുകാർ ഇവരെ ഒരു പുണ്യമൃഗമായിട്ട് കണ്ട് ആരാധിച്ചിരുന്നു. ഈ കൂട്ടത്തിലെ മെയിൽ ബബൂണുകൾക്ക് ഫീമെയിൽസിനെ അപേക്ഷിച്ച് 2 മടങ്ങ് സൈസ് ഉണ്ടായിരിക്കും. വളരെ ദൂരെ ഒരു മരത്തിൻ്റെ മേളിൽ കുറച്ച് ചിമ്പാൻസികൾ കയറിയിരിപ്പുണ്ട്. ഇവന്മാരെ ശരിക്കും മനുഷ്യൻ്റെ അടുത്ത ബന്ധുക്കളാണെന്ന് വേണേൽ പറയാം. കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഇവന്മാർക്കാണ്. 50-60 വർഷം വരെയൊക്കെ ജീവിക്കുന്നവർ. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ കുട്ടികളെയൊക്കെ ഒരു 10-12 വർഷമൊക്കെ വളർത്തുന്നവരാണ്. ഇവന്മാരെ കാണുന്നവരെ അത്ര പാവങ്ങളൊന്നുമല്ല, കുറച്ച് വിഷയക്കാരാണ്. മനുഷ്യനെ ആക്രമിച്ച് ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചീറ്റപ്പുലിയാണ്. അവൻ അങ്ങ് ദൂരത്ത് വിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അത്ര നല്ലൊരു വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. ഇവന്മാർ ഈ ഒരു ഓപ്പൺ കേജിലൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് ആ കിടങ്ങിൽ കയറി കിടക്കുമായിരുന്നു മാതിരി 1/2 മണിക്കൂറും. നമ്മളീ കാണുന്നത് വൈറ്റ് റൈനോസറസിനെയാണ്. ശരിക്കും 5 ടൈപ്പ് റൈനോസറസ് ആണ് കേട്ടോ ഉള്ളത്. സാധാരണ നമ്മുടെ മനസ്സിലേക്ക് ഈ കാണ്ടാമൃഗം എന്നൊക്കെ പറയുമ്പോൾ വരുന്നത് ഈ പുറംചട്ടയോട് കൂടി ഉള്ള കാണ്ടാമൃഗങ്ങളല്ലേ. പക്ഷേ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെ പുറംചട്ടയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത റൈനോസറസുകളാണ് ഈ വൈറ്റ് റൈനോസറസുകൾ. ഇത്രയും സൈസ് ഉണ്ടെങ്കിലും ഇവന്മാരൊരു 50-55 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടും കേട്ടോ. ഇതിനുള്ളിൽ ധാരാളം മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണലൊക്കെ പറ്റി നമുക്ക് നടക്കാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ധാരാളം ഏരിയാസ് ഇതിനുള്ളിലുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏഷ്യൻ എലിഫൻറ്റുകളെ കാണാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു ആഫ്രിക്കൻ എലിഫൻ്റ് ഉണ്ട്, പക്ഷേ ഇത്തവണ നമുക്ക് അവനെ കാണാൻ പറ്റിയില്ല. നാട്ടിൽ നമ്മളെപ്പോഴും ആനകളെ കാണുന്നതുകൊണ്ട് തന്നെ ഇവരെ കണ്ടിട്ട് അത്രയൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് വന്നില്ല. ഇവിടെ വന്ന് വിദേശികളൊക്കെ പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ മാത്രമല്ലേ ആനകളെ കാണാൻ പറ്റൂ. ഈ കാണുന്നത് ശരിക്കും കാട്ടുപോത്തുകളല്ല, പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിച്ച് ഇവരെ എപ്പോഴും കാട്ടുപോത്തെന്നാട്ടോ പറയുന്നത്. ഇവരാണ് കാട്ടികൾ. ആൺകാട്ടികൾക്കാണെങ്കിൽ ഒടുക്കത്തെ സൈസാണ്, നല്ല മസിലൊക്കെ ആയിട്ട്. നല്ല ഒത്തൊരു കാട്ടി ഏകദേശം ഒരു 1500 കിലോ എങ്കിലും ഉണ്ടാവും. എന്ത് ഭംഗിയെന്ന് നോക്കി ഈ സൂ കാണാൻ. മൈസൂർ സൂവിലാണെങ്കിൽ ധാരാളം സീബ്രകളുണ്ട്. നമ്മൾ ഇത്തവണ ട്രിവാൻഡ്രം സൂവിലൊക്കെ പോയിരുന്നു, പക്ഷേ അവിടെയൊന്നുമില്ല. അതുപോലെ തൃശ്ശൂർ സൂവിലും ഇല്ല. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇഷ്ടം പോലെ സീബ്രയാണ് നമ്മൾ കണ്ടത്. ഇത് സ്ലോത്ത് ബെയറുകളുടെ കൂടാണ് കേട്ടോ. ഈ സ്ലോത്ത് ബെയറിൻ്റെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോഭാവം തോന്നും കേട്ടോ. ഇവൻ തന്നെ വയ്യേ. ഇന്ത്യൻ കരടികളാണ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ് ഇവന്മാർ. കസർത്തൊക്കെ കാണിച്ച് കൂട്ടിക്കൂടെ ഓട് നടക്കുന്ന ഇവന്മാരാണ് കേട്ടോ ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഇവന്മാരെ കാണുന്നത്.
10 to 14 വർഷം വരെയൊക്കെയാണ് ഇവന്മാരുടെ ആയുസ്. ഇവർക്കിങ്ങനെ ഒരു ഗ്രേഷ് ബ്രൗൺ കളറാണ്. ഈ വുൾഫുകളുടെ മെയിലിന് ഒരു 20 to 30 കിലോയെങ്കിലും ഭാരം ഉണ്ടായിരിക്കും. ഫീമെയിൽസിനാണെങ്കിൽ ഒരു 18 to 25 കിലോയൊക്കെ വരെ. നമ്മളിനി നേരെ പോകുന്ന ഇവിടുത്തെ മാനുകളെ കാണാൻ വേണ്ടിയാണ്. പലതരത്തിലുള്ള മാനുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇന്ത്യൻ കാടുകളിലൊക്കെ എപ്പോഴും കാണപ്പെടുന്ന പുള്ളിമാനുകളെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏത് സൂവിൽ പോയാലും ഇവർ കോമൺ ആണ്. ധാരാളം പുള്ളിമാനുകളെ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്നത് കലമാനുകളാണ്, അല്ലെങ്കിൽ ഇവരെ സാമ്പാടിയർ എന്നൊക്കെ വിളിക്കും. നമ്മുടെ കാടുകളിലൊക്കെ ധാരാളം ഇവരെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവരെ സൗത്ത് ചൈനയിലും അതുപോലെ തന്നെ ഹണ്ടിങ് പർപ്പസിനൊക്കെ ആയിട്ട് ഇവരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാർക്കിംഗ് ഡിയറുകൾ. നമ്മളിവരെ കേഴമാൻ എന്നൊക്കെ വിളിക്കും. ഇവർ പേടിച്ചോടുന്ന സമയത്ത് ഇവർ തുടരെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പട്ടി വരയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബാർക്കിംഗ് ഡിയർ എന്ന് പേര് കിട്ടിയത്. ഈ കോട്ടയ്ക്ക് ഉള്ളിൽ ഒരു ടീം ഒളിച്ചിരിപ്പുണ്ട്. അതൊരു മൗസ് ഡിയർ ആണ്, നമ്മുടെ കൂരമാൻ. ഇവരെ ശരിക്കും മാനെന്ന് വിളിക്കണോ അതോ എലിയെന്ന് വിളിക്കണോ എന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും കേട്ടോ. നമ്മളീ കാണുന്നത് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഹിമാലയൻ ഗോറിലാണ്. നമ്മുടെ മാനിനെ ആടിനെയൊക്കെ പോലെ തന്നെയുള്ള ഒരു സസ്യബുക്കാണ്. ശരിക്കും നമുക്ക് ഇവരെ വേണമെങ്കിൽ മൗണ്ടൻ കോട്ടെന്ന് തന്നെ പറയാം. ഈ സൂവിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഇവിടുത്തെ കാഴ്ചയെ കണ്ട് നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് വന്ന് ഇരിക്കാവുന്നതാണ്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കാങ്കറൂസിനെയാണ്. അധികം വലുപ്പമൊന്നുമില്ലാത്ത ചെറിയ കാങ്കറൂസാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയോ തിന്ന് ഇതിനെ വഴി ചാടി നടപ്പാണിവൻ. ഇവിടെ ഒരു സ്ട്രൈപ്ഡ് ഹൈന കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലേക്കാണ് ഇവരെ കാണപ്പെടുന്നത്. ഒരു 12 വർഷം വരെയൊക്കെ ജീവിക്കും. എന്തായാലും ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ടല്ലേ. നമുക്ക് അടുത്ത നെയിംസിനെ കാണാം. ഇവിടെ വേറെ കുറച്ച് കുരങ്ങന്മാരുടെ ഉണ്ട്. ഇവൻ്റെ പേര് റീസസ് മെക്കാക്ക് എന്നാണ്. പേരൊക്കെ ഇത്രയും ഫ്രീക്കാണെങ്കിലും നമ്മളിവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ ആ ഒരു കാട്ടിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നില്ലേ, ആ കൂട്ടരാണ് ഇവന്മാർ. ഇതിലെ കുട്ടിക്കുരുങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇവരുടെ കളിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതാണ് മീർ കാറ്റ്. ഇത് കീരിയുടെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ കീരി തന്നെയാണ് ഇവർ. 2 കാലിൽ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന മാംസബുക്കായിട്ടുള്ള ജീവിയാണ് ഇവർ. ആയുസ് എന്നൊക്കെ പറയുന്ന ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ്. ഇവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് പക്ഷികളുടെ മുട്ടയും അതുപോലെ ചെറു ജീവികളും പാമ്പും ഒക്കെയാണ്. ഇരിക്കുന്ന ഹനുമാൻ കുരങ്ങാണ്. ഇന്ത്യയിലെ അയൽരാജ്യങ്ങളിലൊക്കെയാണ് ഇവന്മാരെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇവരുടെ ആയുസ് എന്നൊക്കെ പറയുന്നത് 18 തൊട്ട് 30 വർഷം വരെയാണ്. ഇവന്മാർ പിന്നെ ഈ കുരങ്ങുകളുടെ വർഗ്ഗത്തിൽ നല്ല ഒന്നാം തരം വെജിറ്റേറിയൻസ് ആണ്. ഇതാണ് ഇന്ത്യൻ റൈനോസറസ്. ഇവന്മാരെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്നാണ് വിളിക്കുന്നത്. സൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാണ്ടാമൃഗത്തിൽ സെക്കൻഡാണ് ഇവന്മാരുടെ സ്ഥാനം. നേരത്തെ ആഫ്രിക്കൻ കാണ്ടാമൃഗങ്ങളെ കണ്ടില്ല. അവർക്കാണെങ്കിൽ 2 കൊമ്പും അതുപോലെ ഇതുപോലെ പടച്ചട്ടയൊന്നും ഇല്ലായിരുന്നു. വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവന്മാർ ഒരു രക്ഷയില്ല. അഡൽട്ട് മെയിൽ കാണ്ടാമൃഗങ്ങൾ ഏകദേശം ഒരു 2200 കിലോ എങ്കിലും ഉണ്ടാവും. ഇത്രയും തൂക്കവും വണ്ണവും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇവന്മാർ 55 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. ഇവർ ചാർജ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാകത്തില്ല. ഓടി രക്ഷപ്പെട്ടുണ്ടാൽ മതി നമ്മളൊക്കെ. ഇത് കാട്ടിലെ അടുത്ത കലിപ്പുമാർ, ഹിപ്പോപ്പൊട്ടാമസുകൾ. നമ്മൾ വന്നപ്പോൾ മുതൽ ഇവന്മാർ വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്മാർ നല്ലപോലെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആന കഴിഞ്ഞു കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വെയിറ്റുള്ള ജീവി ഇവന്മാരാണ്. ഇവിടെ കണ്ട മറ്റൊരു കരടിയാണ് കേട്ടോ. ഇത് ഫുള്ള് രോമമാണ് ഇവൻ്റെ ദേഹത്ത് മുഴുവൻ. നല്ലൊരു തടിയും കരടി. ഇത് ഏഷ്യാറ്റിക് ബ്ലാക്ക് ബെയറുകളാണ്. ഇവന്മാരെ ഹിമാലയൻ ബ്ലാക്ക് ബെയർ എന്ന് വിളിക്കുന്നുണ്ട്. ഹിമാലയത്തിലൊക്കെ കാണുന്നുണ്ട് തന്നെ. ഹൈബർനേഷനൊക്കെ മുന്നേ ഒരു 180 കിലോ എങ്കിലും ഉണ്ടാവും ഇവർ. ഈ സൂവിൽ പല വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകളുണ്ട്. പാമ്പിനെ കാണാനും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു മസ്റ്റായിട്ട് വരേണ്ട ഒരു സൂവാണിത്. ഇവർ ഈ പാമ്പുകളെല്ലാം ഇവിടെ ഇട്ടേക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കേജിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ പറ്റും. ലോകത്ത് ഏറ്റവും നീളമുള്ള വിഷമുള്ള പാമ്പുകളാണ് കേട്ടോ നമ്മുടെ ഈ രാജവെമ്പാല. ഇവരുടെ സ്വന്തം കൂട്ടരെ തന്നെ വിഴുങ്ങി വിശപ്പടക്കെയാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഏകദേശം ഒരു 3 തൊട്ട് 4 മീറ്റർ വരെയൊക്കെ നീളമുണ്ടാവും. നല്ല വിഷമുള്ളതുകൊണ്ട് തന്നെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. ഇവരെ നമ്മൾ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 6 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ അനാക്കോണ്ടയും ഉണ്ട് ഇവിടെ. ഇവരെ കാണാൻ വേണ്ടിയാണെങ്കിൽ ഈ കൂടിന് മുന്നിൽ നല്ല തിരക്കായിരുന്നു.
ഇതാണ് കെയ്ഫ് ബഫല്ലോ, ആഫ്രിക്കക്കാരനാണ്. ഇവരെയാണ് ശരിക്കും നമ്മൾ കാട്ടുപോത്തെന്ന് വിളിക്കേണ്ടത്. ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു കെയ്ഫ് ബഫലോയ്ക്ക് ഏകദേശം ഒരു 1000 കിലോ അടുത്തെങ്കിലും തൂക്കം ഉണ്ടാവും. നമ്മളെപ്പോഴും വെള്ള അരയന്നത്തെയല്ലേ കണ്ടേക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കറുത്ത അരയന്നത്തെ കണ്ടത്. ഇതാണ് ബ്ലാക്ക് സ്വാൻ, ഓസ്ട്രേലിയൻ സ്വദേശികളാണ്. ഒരു ഒട്ടകപ്പക്ഷി ഇവിടെ എന്തൊക്കെയോ കൊത്തിപ്പറിക്കി നിൽപ്പുണ്ട്. അറിയാമല്ലോ, ഇവർ പക്ഷികളിൽ തന്നെ പറക്കാൻ കഴിവില്ലാത്ത വലിയ പക്ഷികളാണ്. കരയിലെ ഏറ്റവും വേഗമേറിയ പക്ഷികളായ ഇവർ ഏകദേശം 70 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. പിന്നെ കരയിലെ ഏറ്റവും വലിയ മുട്ടകൾ ഇടുന്നത് ഇവരാണ്. ഒട്ടകപ്പക്ഷിയുടെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് ഒട്ടകപ്പക്ഷിയല്ല കേട്ടോ, ഇതാണ് എമു. ഇത് ഓസ്ട്രേലിയക്കാർ തന്നെയാണ്. നമ്മുടെ നാടുകളിലുള്ള ചെറിയ ഫാമിൽ പോലും ഇപ്പോൾ നമുക്ക് എമുവിനെ കാണാം. അത്ര കോമൺ ആണ് ഇപ്പോൾ ഇവർ കേരളത്തിലൊക്കെ. ഇത്തരം കാഴ്ചയൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് വേർത്ത് പോകുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു ഇറങ്ങുന്ന ആ ഒരു സൈഡിൽ തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. സോ നമുക്ക് അവിടുന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിക്കാനൊക്കെ പറ്റും. ഇവരാണ് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ കാഴ്ച, ജിറാഫുകൾ. ഈ സൂവിൽ ധാരാളം ജിറാഫുകളുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. ഇവരാണ് കരയിലെ ഏറ്റവും പൊക്കമുള്ള ജീവി. കെനിയയിൽ നിന്നും 1934 പിടിച്ച ഒരു ജിറാഫിന് 5.87 മീറ്റർ ഉയരം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവർക്ക് ഏകദേശം 2000 കിലോയോളം തൂക്കമുണ്ട്. ഇവരുടെ പുറംകാല് വെച്ചുള്ള ചവിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെഡ്ലിയാണ്. ഇവർ ആഫ്രിക്കക്കാരനായതുകൊണ്ട് അവിടുത്തെ ആഫ്രിക്കൻ ലയൺസൊക്കെ ഇവരെ ആക്രമിക്കും. ഇവർ ഡിഫെൻഡ് ചെയ്യുന്ന അങ്ങനെയാണ്. ആ പുറം കാല് വെച്ച് ശക്തിയായിട്ട് തൊഴിക്കും. ആ ഒരു തൊഴി മതി ഒരു സിംഹത്തെ കൊല്ലാൻ. അപ്പോൾ ഈ കാഴ്ചയും കൂടെ കണ്ട് നമ്മൾ ഈ സൂയിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതും കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.